കൊല്ലത്ത് കിടപ്ര ദൃശ്യങ്ങൾ പകർത്തി വിറ്റെന്ന പരാതിയിൽ ഭർത്താവിനെതിരെ നിയമ നടപടി കടുപ്പിക്കാൻ യുവതി. മകളുടെ ദൃശ്യങ്ങളും പകർത്തിയെന്ന പരാതിയിൽ ഭർത്താവിനെതിരെ പോക്സോ വകുപ്പ് ചുമത്തണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കും. മുഖ്യമന്ത്രി കണ്ട് പരാതി നൽകുമെന്നും കുടുംബം അറിയിച്ചു. ഷമീർ അബ്ദുൾ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ഷമീർ, അന്ന് ഈ വാർത്ത വന്നപ്പോൾ തന്നെ ഭാര്യയുടെ ദൃശ്യങ്ങൾ ഇത്തരത്തിൽ വിറ്റു എന്ന് വന്നപ്പോൾ തന്നെ ഞെട്ടിക്കുന്ന സംഭവമായിരുന്നു. ഇതിൽ ഇപ്പോൾ ഈ മകളുടെ ദൃശ്യങ്ങൾ കൂടി ഉണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതിയിൽ പരാതി കൂടുതൽ കടുപ്പിക്കാനാണ് കുടുംബത്തിന്റെ തീരുമാനം. തീർച്ചയായിട്ടും രുചീഷ്, ഈ സംഭവത്തിൽ ഓരോ ദിവസം കൂടുന്തോറും ഇതിൻ്റെ വ്യാപ്തി വലുതായിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണം പറയാൻ. അതായത് ഈ കുട്ടിയെ 4 വയസ്സുള്ള കുട്ടിയുടെ നഗ്നദൃശ്യങ്ങൾ പോലും പകർത്തി പോൺ സൈറ്റിന് വിറ്റ ഒരാളാണ് ഒളിവിൽ പോയിരിക്കുന്നത്. ഈ കുട്ടിയുടെ അച്ഛനെന്ന് പേരുകൊണ്ട് വിളിക്കാൻ പറ്റുന്ന ഒരാൾ, അയാളാണ് ഈ കുറ്റകൃത്യം ചെയ്തിരിക്കുന്നത്. പക്ഷേ പോലീസ് ഇത് മാധ്യമങ്ങളുടെ വാർത്തയായ ശേഷമാണ് ആദ്യഘട്ടത്തിൽ പോലും കേസെടുത്തത്. ഇതിനുശേഷം ഈ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. അതിൽ പോലീസ് പറയുന്ന തടസ്സവാദം ഈ 4 വയസ്സുള്ള പെൺകുട്ടിയെ ആദ്യം കൗൺസിലിങ്ങിന് വിധേയമാക്കണം. കൗൺസിലിങ്ങിന് വിധേയമാക്കിയ ശേഷം മാത്രമേ ഈ പെൺകുട്ടിയുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്താൻ കഴിയുകയുള്ളൂ. അതിനുശേഷം മജിസ്ട്രേറ്റിന് മുമ്പിൽ കൊണ്ടുപോയി മൊഴിയെടുക്കണം. അങ്ങനെ നിരവധി നൂലാമാലകളാണ് അവർ പറയുന്നത്. അത് നിയമത്തിൻ്റെ ഭാഗമായിരിക്കാം, പക്ഷേ അതിന് കാലതാമസം നേരിടുന്നു. എന്തായാലും സംസ്ഥാന പോലീസ് മേധാവിക്ക് ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയെന്നത് യുവതിയുടെ കുടുംബം പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതുവരെയായും അത്തരത്തിലൊരു നടപടിയിലേക്ക് പോക്സോ പോലുള്ള വകുപ്പുകൾ എടുക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് ഹൈക്കോടതിയെ സമീപിക്കാനായി കുടുംബം തയ്യാറെടുക്കുന്നത്. എന്തായാലും ഇതിന് അഭിഭാഷകനെ ചുമതലപ്പെടുത്തിയെന്നും കുടുംബം പറയുന്നുണ്ട്. ഒപ്പം തന്നെ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് ഈ പരാതിയുടെ വ്യാപ്തി എന്താണെന്ന് മുഖ്യമന്ത്രിയെ ബോധിപ്പിക്കും. ഇതിനൊരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കാനും മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുമെന്നാണ് കുടുംബം നിലവിൽ പറയുന്നത്. എന്തായാലും വലിയ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം. ആ സംഭവത്തിൻ്റെ വ്യാപ്തി ഓരോ ദിവസം കൂടുമ്പോഴും അതിൻ്റെ വലിപ്പം കൂടി വരികയാണ് രുചീഷ്.